ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് അടിപൊളിയായിട്ടുള്ള കണ്ണൂർ സൽക്കാരങ്ങളിലൊക്കെ പുതിയാപ്പിളമാർക്ക് നിർബന്ധമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഐറ്റംസാണ് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. അതായത് പനീർ പെട്ടി. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കാൻ അറിയാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് പനീർ പെട്ടി ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പം നമ്മൾക്ക് കിസ്മിസ് എടുക്കാം, ഒരു ഇത്തിരി കിസ്മിസ് ആവശ്യത്തിനനുസരിച്ചിട്ട് കേട്ടോ. അപ്പം അതിനനുസരിച്ചിട്ട് കാഷ്യൂനട്ട് എടുക്കാം. പിന്നെ ഒരു ഹാഫ് സവാള എടുക്കുക. സവാള നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. എനിക്ക് സവാള ഒക്കെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എടുത്തത്. അധികം ഒരു സവാള ഇടാറില്ല. അപ്പോൾ ഒരു ഫ്രൈ പാൻ വെക്കാം. ഇതിലേക്ക് നമ്മൾക്ക് ഒരു ഇത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ നമ്മൾക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം, പശു നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 5-6 കാഷ്യൂനട്ട്, ഒരു 10-15 പിന്നെ കിസ്മിസുമാണ് കേട്ടോ. കാഷ്യൂനട്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഇത് നമ്മൾക്ക് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് റെഡിയായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. അപ്പം സവാള ഇഷ്ടമില്ലാത്തവർ അത് ഇടേണ്ട ആവശ്യമില്ല. സവാള ചിലവർക്ക് പിന്നെ കടിക്കുന്നത് കൊണ്ടില്ല, ചിലർക്ക് ഈ സ്നാക്സിലൊക്കെ, ഈ സ്വീറ്റിൻ്റെ സ്നാക്സിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ്, എനിക്ക് സവാള ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഇതിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അധികം ഒരു പിന്നെ ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലപോലെ വഴന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് എഗ്ഗ് നമ്മൾക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എത്രയാണ് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉള്ളി, സവാള അങ്ങനെ വേണ്ട കേട്ടോ. മറ്റേ കിസ്മിസും കാഷ്യൂനട്ടും എഗ്ഗും കുറച്ച് കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരും. അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഉപയോഗിക്കും. അപ്പോൾ ഇത് നല്ലപോലെ ചിക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് പഞ്ചസാര സിറപ്പ് ഇങ്ങനെ വരും. അപ്പം കുറച്ച് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. കൂടുതലായിട്ടൊന്നും വേണ്ട, നമ്മളെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല പഞ്ചസാര. സോറി കേട്ടോ, സ്പൂണ് വെച്ചാണ് ഞാൻ ഇതുവരെ ഇളക്കിക്കൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് സ്പൂണ് മാറ്റിയത്. അപ്പം ഫ്രൈ പാനിലൊക്കെ ഇങ്ങനത്തെ എല്ലാം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് 1/2 ടീസ്പൂൺ പിന്നെ ഏലക്ക പൊടിച്ചതാണ്, ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ചിലർ ഏലക്കാപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കാറില്ല. അപ്പോൾ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നല്ലവണ്ണം ഒന്ന് അതിൻ്റെ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് വന്ന് കഴിഞ്ഞിട്ട് ഒരു ഇത്തിരി ആവുമ്പോൾ നമ്മൾക്കിത് തീ ഓഫ് ചെയ്യാം. കൂടുതലായിട്ട് അതിൻ്റെ ബ്രൗൺ കളർ, നമ്മൾ ഷുഗർ സിറപ്പിന് ബ്രൗൺ കളർ വരുമല്ലേ, അതുവരെ ഒന്നും ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ തന്നെ അത് സെറ്റായിക്കോളും. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം നമ്മളിതാ റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് ഒരു ഇത്തിരി ഉപ്പിടാൻ മറക്കരുത് കേട്ടോ, അത് കാണിക്കാൻ വിട്ടുപോയോ എന്നൊരു ഡൗട്ട്. ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണേ. അപ്പോൾ ഇത് നമ്മളിതാ റെഡിയായി കഴിഞ്ഞു. നമ്മൾക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് നമ്മൾക്ക് തണുക്കാൻ ഇതുണ്ടാക്കേണ്ട ദോശ നമ്മൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു 1.5-2 കപ്പ് നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം എടുക്കാം. സാധാരണ പച്ചവെള്ളമാണ് അതെടുക്കാം. പിന്നെ അതിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു എഗ്ഗ് ഇതിലിട്ട് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജ്യൂസിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇത് മാത്രമല്ല, ഇതിൽ ആവശ്യത്തിന് മൈദമാവും കൂടി ഇട്ടിട്ട് നമ്മൾക്ക് ജ്യൂസിലിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അധികം തിക്കാവാനും പാടില്ല, അധികം വെള്ളം പോലെ ആവാനും പാടില്ല. ഇതുപോലെ ആയിരിക്കണം. ഇത് ജ്യൂസിലിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ സ്റ്റെയിനറിൽ വെച്ചിട്ടൊന്ന്, അരിപ്പയിൽ വെച്ചിട്ടൊന്ന് ഊത്തിയെടുത്ത് കഴിഞ്ഞാൽ നല്ല രസത്തിലുള്ള മാവ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം മാവിത റെഡിയായി. ഇനി നമ്മൾക്കൊരു പാൻ വെക്കാം. ഇതിലേക്ക് എണ്ണയൊന്നും തൂക്കി കൊടുക്കൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് ഒരു തവി ഒഴിച്ചിട്ട് എന്നിട്ട് റൗണ്ടായിട്ട് നൈസായിട്ട് നമ്മൾക്കിത് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ എഗ്ഗ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്, അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 ഭാഗം റെഡിയായി കഴിഞ്ഞാൽ എണ്ണ തൂകിയ പ്ലേറ്റിലേക്ക് വേണം നമ്മളിത് മാറ്റി കൊടുക്കാൻ. ഓക്കെ, ഓയിൽ തൂകിയ എന്ത് ഓയിലാണെങ്കിലും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓയിൽ വേണമെങ്കിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഗീയോ എന്തായാലും പ്രശ്നമില്ല. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾക്ക് ആദ്യം കാണാം. അപ്പം ഞാൻ ആദ്യം ഒരു ദോശയല്ല ഉണ്ടാക്കിയത്. അതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കി വെച്ച
പനിനീർ പെട്ടിക്ക് ഉണ്ടാക്കി വെച്ച ഈ പണ്ടം, നമ്മുടെ നാട്ടിൽ പണ്ടെന്ന് പറയല്, അത് ഇട്ടിട്ട് നമ്മൾക്ക് ഒരു ബോക്സ് പോലെ നമ്മൾക്ക് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു ദോശ, ഇത് ചെറുതല്ലേ ആയത്, നമ്മൾക്ക് നല്ല തിക്കായിട്ട് വേണം, നല്ല ഡബിൾ ലെയറിൽ ഉണ്ടാക്കുമ്പോൾ നല്ല രസം ഉണ്ടാകും കാണാൻ. അപ്പം ഒന്നും കൂടി അതുപോലെ റെഡിയാക്കാം. അതിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പെട്ടിയില്ലേ, അത് ഇതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ട് വീണ്ടും ഇതിനെ ഒന്നും കൂടി ചുറ്റുക. അപ്പോൾ നല്ല പെട്ടിയായി കിട്ടി. ഇതാണ് നമ്മുടെ പനീർ പെട്ടി ഉണ്ടാക്കുന്ന വിധം കേട്ടോ. ഇപ്പം നല്ല രസമില്ലേ കാണാൻ, കുറച്ച് കുട്ടപ്പനായിട്ടില്ലേ. അപ്പോൾ ഞാനിതാ ഇവിടെ ആവശ്യത്തിനനുസരിച്ച് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇത് 4 ഭാഗവും കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കേണ്ടതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞുതരാം. എന്നാലും ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. മറന്നുപോയതാണ്, എടുത്തിട്ടുണ്ടായിരുന്നു, മറന്നുപോയി, അത് ഡിലീറ്റ് ആയിപ്പോയി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ സിറപ്പ് നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരു അരക്കപ്പ് വെള്ളം മതി. 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് മെൽട്ടാകുന്നത് വരെ, ഷുഗർ മെൽട്ടാകുന്നത് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയി കിട്ടി കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്തില്ലേ, നമ്മൾ കട്ട് ചെയ്തതിൻ്റെ അകത്തേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഡെക്കറേറ്റ് ഒന്നും പൊതുവേ ചെയ്യാറില്ല, ഡെക്കറേറ്റ് അതിന് ചെയ്തതാണ് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അടിപൊളിയായിട്ടുള്ള പനീർ പെട്ടി റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സാറൂസ് കിച്ചൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.